ഹലോ, ഇന്ന് തിയേറ്ററിലെത്തിയ 3 സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ 3 പേരും എത്തിയിട്ടുള്ളത്. 3 പേരും കണ്ടിട്ടുള്ളത് 3 ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് സിനിമകൾ, ഞങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ആദ്യം പരിചയപ്പെട്ടാം. ഞാൻ പ്രിയംവദ, കണ്ടത് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ ഗൗതം, കണ്ടത് ലെവൽ ക്രോസ് എന്ന സിനിമയാണ്. ഞാൻ ജിബിൻ, ഞാൻ കണ്ടത് സീക്രട്ട് എന്ന സിനിമയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെവൽ ക്രോസ് തുടങ്ങാം. പറയും എങ്ങനെയുണ്ടായിരുന്നു? ലെവൽ ക്രോസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ് വിചാരിച്ച് കാണാൻ പോയത്. പക്ഷെ അത് കുറച്ച് 3 ക്യാരക്ടേഴ്സ് ഉള്ളു അതിൽ. ആസിഫ് അലി, അമല പോൾ, പിന്നെ ഷർഫുദ്ദീൻ. പിന്നെ ഡയറക്ടർ ജിത്തു ജോസഫിന്റെ എന്തോ പഴയ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് ത്രില്ലർ സ്വഭാവമാണുള്ള സംഭവം ഫീൽ ചെയ്യും. അങ്ങനെ പോയിട്ട് ഈ 3 ക്യാരക്ടേഴ്സ് ഉള്ളു പടത്തിൽ. അതിന്റെ കൂടെ ഒരു പ്ലേസേ ഉള്ളൂ. ആ പ്ലേസിൽ നമ്മളെ ബോറടിപ്പിക്കാതെ സിനിമ ആ ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു ലാഗ് ഉണ്ട്. അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ലാഗാണ്. പിന്നെ അതിന്റെ ഏറ്റവും എടുത്തു പറയുന്നത് അതിന്റെ ക്യാമറയാണ്. അതിന്റെ സിനിമാറ്റോഗ്രഫി ഭയങ്കര എല്ലാ ഫ്രെയിംസും നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഒരു ഫ്രെയിം ഒരു 10 സെക്കൻഡ് ഇരുന്ന് നമുക്ക് ആ ഫ്രെയിമിൽ ഇരുന്ന് കാണാൻ തോന്നും. അങ്ങനത്തെ ഫ്രെയിംസ് ആയിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ തോന്നായിരുന്നു. അങ്ങനെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ സംഭവം. ഇവര് 3 പേരുടെയും കാണിക്കുന്ന ആ ഒരു സീൻ ഇവര് 3 മാത്രമേ ഉള്ളൂ. ആ 3 പേരെയും മാത്രമേ ഉള്ളൂ. അതിൽ ആസിഫ് അലിയും അമലപ്പോളും ഉള്ള ഒരു സ്ഥലത്ത് വേറെ ആരും വരുന്നില്ല സിനിമയില്. അതൊക്കെ അത് പറഞ്ഞ ത്രില്ല് പോകില്ല. അങ്ങനെ എല്ലാവരും 3 ഫ്ലാഷ് ബാക്കിൽ മാത്രമേ വരുന്നുള്ളൂ. അല്ലല്ല, അവർ റിലീഫ് വരണുണ്ട്. 3 പേരെ വെച്ച് പ്രേക്ഷകർക്ക് നമ്മള് ടിക്കറ്റ് എടുത്ത് കയറുന്ന പ്രേക്ഷകർക്ക് അത് എൻഗേജിങ് ആയി കണ്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഈ 3 പേരും ആ സ്ഥലവും വെച്ചിട്ട് ഒരൊറ്റ ലൊക്കേഷൻ ഉള്ളൂ. ബാക്കി ലൊക്കേഷൻ ചെറിയ ഒന്നൊന്ന് പോകുന്നു. അത് ഒരു നമ്മളെ എന്തോന്ന് സാങ്കല്പികമായുള്ള സ്ഥലം പോലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലത്ത് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കില് ഗേറ്റ് മാൻ ആണ് ആസിഫ് അലി. അതാണ് റോള്. അവിടെ വന്ന് പെട്ടുപോകുന്ന ക്യാരക്ടറാണ് ഇവള്. അതാണ് കഥ. അമലപ്പോൾ ബാക്കി മേക്കിംഗ്, വിഷ്വൽ, മ്യൂസിക്, മേക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, വിഷ്വൽ കിട്ടില്ലായിരുന്നു. ഭയങ്കര നമുക്ക് ഇരുന്ന് കാണാൻ തോന്നും. പിന്നെ ഡയറക്ടറിന്റെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്നാലും അത് എൻഗേജിങ് ആയിട്ട് ഡയറക്ടറിന്റെ നല്ല പോലെ പോയിട്ടുണ്ട്. മ്യൂസിക് കയ്യിൽ എടുത്ത് പറയാനായിട്ട് മ്യൂസിക് വേറെ പാട്ടോ അങ്ങനെ സംഭവമില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കൂടെ പോകുന്നുണ്ട്, സിങ്ക് ആയി പോകുന്നുണ്ട്. അല്ല നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ വേണ്ടി മ്യൂസിക് എത്ര ഞാൻ തോന്നില്ല. കുറെ കാലത്തിന് ശേഷം ഒരു ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആസിഫ് അലിന്റെ ഒരു മേക്ക് ഓവറിൽ വരുന്ന ഒരു നല്ല റോളാണോ? പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ? ആസിഫ് അലി നല്ല രസമുണ്ട്. ആസിഫ് അലിക്ക് ഒരു എന്താ ഒരു റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടർ തോന്നിക്കണം. അപ്പൊ അത് നമ്മൾ കണ്ടിരിക്കാൻ ഭയങ്കര രസമായി. ആസിഫ് അലിയുടെ ഒരു മാനറിസവും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ആസിഫ് അലി കണ്ടത് നല്ല രസമുണ്ടായിരുന്നു. അതാണ് സീക്രട്ടാണ്. സീക്രട്ട് എസ്എൻ സ്വാമി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. പുള്ളി നമുക്കറിയാം ഈ 20-ാം നൂറ്റാണ്ട് അതുപോലെ CBI സീരീസ് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഭയങ്കര ലെജൻഡ് ആയിട്ടുള്ള ആളാണ് പുള്ളി. ഈ ഒരു 70s പുള്ളി ഇപ്പോഴാണ് സംവിധായകനായി വരുന്നത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പുള്ളിയുടെ ആദ്യ സിനിമ എന്നുള്ള സംഭവം. അങ്ങനെ പോയി കണ്ടതാണ്. പറഞ്ഞ പോലെ ധ്യാനിൻ്റെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ കൂടി ഒരു വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് വാച്ചാണ് സീക്രട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ പഞ്ചായത്ത് ജെട്ടി എല്ലാവർക്കും അറിയാം. ഇതിന് ട്രെയിലർ ഇറങ്ങിയപ്പോഴാലും അതിന് മുന്നേ ഒരു മറിമായൻ ടീം ഒരു സിനിമ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ മെയിൻ. ഡയറക്ഷനും റൈറ്റിങ്ങും ചെയ്തിട്ടുള്ളത് സലീം ഹസനും പിന്നെ മണികണ്ഠൻ പട്ടാമ്പിയും ചേർന്നിട്ടാണ്. ഇവരെന്നെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സും. ഒരു നായകനായാലും വില്ലനും ഇവര് തന്നെ 2 പേരാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറിമായത്തിന് എല്ലാവരും ഇത്രയും കാലം നമ്മൾ ഇപ്പോൾ ഉള്ളതെന്നല്ല, പണ്ട് മുതലേ കണ്ടുവന്ന ഓൾമോസ്റ്റ് എല്ലാവരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാണ്ടും കുറെ പേര് കുറച്ചുണ്ട്. പക്ഷെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അതൊന്നും തോന്നാത്ത പെർഫോമൻസ് വൈസ് നമുക്ക് മറിമായത്തിൽ ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്കറിയാം. ഇതങ്ങനെയല്ല, ബാക്കിയുള്ളവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറിമായത്തിന്റെ സ്ഥിരം ഇപ്പൊ കഥയിലേക്ക് വരുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഒരു നാട്ടിലെ ഭയങ്കര പുരോഗമനമൊന്നും അല്ലാണ്ട് വരാത്ത ഇപ്പൊ പഞ്ചായത്ത് ജെട്ടി ഇങ്ങനെ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് പുരോഗമനം വരാത്തൊരു സ്ഥലത്ത് 2 പാർട്ടിക്കാര്, അതായത് ഒന്ന് ഭരണപക്ഷം ഒന്ന് പ്രതിപക്ഷം, ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതില് നായകൻ നാട്ടിലൊരു വികസനത്തിന് വേണ്ടി ബസ് ഇറക്കുന്നു, അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അത് മുടക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ചെയ്യുന്നതും അതിന് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. സിനിമയിൽ മൊത്തത്തിൽ നമ്മൾ മറിമായത്തിൽ കാണുന്ന പോലെ തന്നെ പൊളിറ്റിക്കലി
കുറെ കാര്യങ്ങൾ നിയമങ്ങൾക്കെതിരെയുള്ള ട്രോള് രീതിയിൽ അവര് അത് ചെയ്യുക, സർക്കാസ്റ്റിക് ആയിട്ടുള്ള കോമഡിയിലാണ് അത് പ്രസന്റ് ചെയ്യുക. അതുപോലെ സർക്കാരിനെ ഇപ്പൊ ബസ്സിന് വെള്ള പെയിന്റ് അടിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളിലും പിന്നെ ഈ ബിവറേജിന്റെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കോമഡി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കോമഡി ആയാലും ഇമോഷണലും ഉണ്ട്. പലരും ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു കോമഡി മാത്രമാണ് അവരെന്നെ പറയുന്നത്, മറിമായം ടീം ഇറക്കുന്നതുകൊണ്ട് അതൊരു കോമഡി സിനിമയായി പോവൂ എന്നുള്ള എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഒരു കോമഡി സിനിമയാണ്. അങ്ങനെയല്ല, കുറച്ച് ഇമോഷണൽ സാധനങ്ങൾ ഇടയിൽ വരുന്നുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മളിതിൽ ചിരിക്കുന്നതും കരയുന്നതും. വളരെ ചെറിയ കാര്യം നമ്മൾ ചിന്തിക്കും, വളരെ ചെറിയ ചെറിയ കാര്യത്തിൽ നമുക്ക് ചിരിക്കാനും കരയാനും പറ്റുന്ന ഒരു സിനിമയാണ്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. മേക്കിങ്ങും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ആദ്യത്തെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്നൊന്നും തോന്നാത്ത രീതിയിൽ 1-2 സ്ഥലത്ത് മാത്രമേ എനിക്കത് കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. എനിക്കൊന്നും ഇപ്പോൾ കുറേ കോമഡി സിനിമ എന്ന് പറഞ്ഞ് ആ ഒരു ജോണറിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് കഷ്ടപ്പെട്ട് കോമഡി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സാധനം നമുക്ക് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ പണ്ടത്തെ സിനിമയിൽ തോന്നുന്ന അത്ര ഇല്ല, ആ ഒരു സാധനം ഇല്ല. ഇവരുടെ കൗണ്ടറുകളായാലും ഇടയിൽ ഒരുപാട് പേര് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലൈമാക്സ് പോലും ഒരു സാധനത്തിനെ ക്ലൈമാക്സ് എൻഡ് വരെ അവരെ ചിരിപ്പിക്കുന്നുണ്ട്. ആ ഒരു ക്ലൈമാക്സ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ പോലും ചിരി വരുന്നുണ്ട്. ഒരു പ്രസംഗത്തിൽ ഒരു ചിരിയൊക്കെ കൊണ്ടുവച്ചിട്ടാണ്. പുള്ളി കോമഡിയാണ്, ഇടയിലിടയിൽ ഇമോഷണൽ വരുന്നുള്ള ഒരു നല്ല സിനിമ. എന്തായാലും ഫാമിലിക്ക് സാധാരണക്കാർക്കൊക്കെ കണ്ട് ഒരുപാട് പേർക്കുണ്ടാകുന്ന ഡൗട്ടാണ്. ഈ മറിമായം ടീമിന്റെ സിനിമ വരുന്ന പറയുമ്പോൾ ഈ മറിമായത്തിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആവോ സിനിമ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടോ? അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആവോ, അല്ലെങ്കിൽ അതിലുള്ള ഒരു കഥ തന്നെ എന്തെങ്കിലും വലിയ രൂപമാവോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇതിന്റെ ഒരു കഥാപരമായിട്ട് എന്താണ്, അങ്ങനത്തെ എന്തെങ്കിലും മറിമായത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള വേറൊരു സിനിമ ഉണ്ടാക്കിയതാണോ, അത് സെപ്പറേറ്റ് വേറൊരു കഥ ഉണ്ടാക്കിയതാണോ? വേറൊരു കഥയാണ്, ഡിഫറെന്റ് ആയ ഒരു കഥയാണ്. ക്യാരക്ടേഴ്സ് ഒന്നും അതിൽ വന്നിട്ടില്ല. ഇല്ലല്ല, ഒരു കഥാപാത്രമൊന്നും ഇല്ല ഇതിൽ. എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥയാണ്, കഥാപാത്രങ്ങളുമാണ്. പിന്നെ എനിക്ക് മറിമായത്തില് മാക്സിമം ഒരു 3 സാധനങ്ങളൊക്കെ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ അവര് മെയിൻലി മറിമായത്തിൽ എടുക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് 1-2 സാധനങ്ങൾ വരുന്നുള്ളൂ. ഇതങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ തൊട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. രചനയാണ് നായിക ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും കൂടെ. പിന്നെ സ്നേഹ ശ്രീകുമാർ ഉണ്ട്. അങ്ങനെ മറിമായത്തിൽ എല്ലാവർക്കും അറിയാലോ, എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല നല്ല റോളുകളും ഉണ്ട്. ആരും ചെറിയ റോളിൽ ഒതുക്കപ്പെടാണ്ട് എല്ലാവരും നല്ല റോളും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മേക്കിംഗ് എങ്ങനെയാണ്? ആ ഒരു മറിമായം ഒരു മിനിസ്ക്രീൻ പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ ഒരു ക്യാമറ പരിപാടിയൊക്കെ വേറെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ അവർ മേക്ക് ചെയ്തിട്ട്, അതായത് നേരത്തെ പറഞ്ഞ മേക്കിംഗ് നല്ലതായിരുന്നു എന്നുള്ളത്. സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമ, ഒരു ഭയങ്കരമായ സിനിമ എന്ന് എന്തായാലും അറിയില്ല. നമുക്കൊരു ഫാമിലി എന്റർടൈനർ ആണല്ലോ ഈ സാധനം. ആ രീതിയിൽ തന്നെ കാണാൻ പറ്റിയ തിയേറ്ററിന് പറ്റിയ ഒരു നല്ല സിനിമ. അങ്ങനെ ഉറപ്പായിട്ടും സ്ത്രീകളും കുട്ടികളും ഒന്നും പറയുന്നില്ല, ഉറപ്പായിട്ടും സാധാരണ ഫാമിലി ഉറപ്പായിട്ടും ഫാമിലിക്ക് കണ്ട് ഒരുപാട് ചിരിക്കാനൊക്കെ ശരിക്കും ഓർത്തോസ് കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ. കുറെ കാലത്തിന് ശേഷം നല്ലൊരു സിനിമ എന്ന് പറയാം, ഈ ചിരിക്കാനുള്ള നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇറങ്ങിയ സിനിമകൾ എന്തൊക്കെയാണ്, 3 പേരുടെ അഭിപ്രായം എന്തൊക്കെയാണ്? ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ചയും ഇതുപോലെ പുതിയ സിനിമകളായിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു.